അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള നിരവധി ഓയിൽ ടാങ്കറുകളെ ഹോർമുസ് കടലിടുക്കിൽ വെച്ചും ഒമാൻ കടലിൽ വെച്ചും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 11-ന് അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിലുമായി പോവുകയായിരുന്ന സൂയസ് രാജൻ എന്ന ഓയിൽ ടാങ്കറിനെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവസാനമായി പിടികൂടിയത്. 1,45,000 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മറ്റൊരു ഓയിൽ ടാങ്കർ കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ്. ടോഗോയുടെ പതാക വെച്ച UAE കമ്പനി നിയന്ത്രിക്കുന്ന കപ്പലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഇറാൻ സേന കപ്പൽ പിടികൂടിയത് എന്നാണ് ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ ആംബ്രി അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ ബുഷർ തുറമുഖത്ത് നിന്നും 61 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിനെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടികൂടിയിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 12 ജീവനക്കാരെയും ഇറാൻ സേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഇന്ത്യക്കാരും ശ്രീലങ്കക്കാരുമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കപ്പലിൽ 15,000 ടൺ മറൈൻ ഗ്യാസ് ഓയിൽ ഉണ്ട് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് റിപ്പോർട്ട് ചെയ്തത്. ഇറാഖിൽ നിന്നും വരികയായിരുന്ന ഈ കപ്പലിലുള്ള ഇന്ധനം ഇസ്രായേലിന്റെ സൈനികാവശ്യത്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ സൈന്യം ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. UAE സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് നിശബ്ദത തുടരുകയാണ്. UAEയിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികൾ ഇസ്രായേലിന് വേണ്ടി ചരക്ക് നീക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് യമനിലെ ഹൂതികൾ മാസങ്ങൾക്ക് മുമ്പ് UAEക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനും തങ്ങളുടെ പ്രതിഷേധം UAE ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. UAEയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ ആംബ്രി പ്രതികരിച്ചത്, ഇസ്രായേലുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുമാണ്. ഹൂതികൾ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് ഇസ്രായേലിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി മൊസാദ് മുൻകൈയെടുത്ത് ഇറാഖിൽ നിന്നടക്കം കള്ളക്കടത്തിലൂടെ പെട്രോളിയം ഗ്യാസ് ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിച്ചിരുന്നു. ഇതിന് ഇറാഖിൽ നേതൃത്വം നൽകിയിരുന്ന വൻകിട ബിസിനസ്സുകാരനായ പെഷ്റു ദഷായിയെ മൊസാദിന്റെ ചാരനാണെന്നാരോപിച്ചുകൊണ്ട് ഇറാൻ സൈന്യം മിസൈൽ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു. എന്തായാലും UAEയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഓയിൽ ടാങ്കർ ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടികൂടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.